മായൻ ഭവനം വിട്ടകന്നാലെനിക്കേറെ ഭാഗ്യം. കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ വേഗമായിട്ടങ്ങു ചെന്നു ചേരും. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്ദ്രലകന്നു ഞാൻ വാഴുമെന്ന്. കർത്തനേശു തന്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെന്നെയങ്ങ്. ഒട്ടുനാൾ കണ്ണുനീർ പേട്ടതെല്ലാം പെട്ടെന്നു നീങ്ങിടുമീ തിട്ടമായി. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്ദ്രലകന്നു ഞാൻ വാഴുമെന്ന്. പോകാമെനിക്കെന്റെ രക്ഷകന്റെ രാജ്യമതിനുള്ളിൽ വാസം ചെയ്യാം. രോഗം ദുഃഖം പീഡയൊന്നുമില്ല, ദാഹം വിശപ്പുമങ്ങോട്ടുമില്ല. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്ദ്രലകന്നു ഞാൻ വാഴുമെന്ന്. ഈ വിധമായുള്ള വീട്ടിനുള്ളിൽ പാർക്കുവാനെന്നുള്ളം വാഞ്ചിക്കുന്നു. എന്നു ഞാൻ ചെന്നു ചേരുമതിൽ പിന്നിലെനിക്കാപത്തൊന്നുമില്ല. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്ദ്രലകന്നു ഞാൻ വാഴുമെന്ന്. നൊടിനേരത്തേക്കുള്ള ലഘുസങ്കടം അനവധി തേജസ്സിൻ ഭാഗ്യം തന്നെ. കണ്ണിനു കാണുന്നതൊന്നുമില്ല, കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്ദ്രലകന്നു ഞാൻ വാഴുമെന്ന്. ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്ദ്രലകന്നു ഞാൻ വാഴുമെന്ന്. കുടുംബം കുമളി സെന്റ് പീറ്റേഴ്സ് മാർത്തോമാ ഇടവക സ്ഥാപിക്കുന്നതിൽ ആദ്യത്തെ ആളിൻ്റെ ബഹുമാനപ്പെട്ട മുണ്ടോത്തിലെ അപ്പച്ചനാണ്. ഇവിടെ ചേർന്നാണ് കുമളി സെന്റ് പീറ്റേഴ്സ് മാർത്തോമാ ഇടവകയിൽ ആ പള്ളി സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത്. അതിലെ ഏറ്റവും ഇളയ മകനാണ് ജോൺസൺ. ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുന്നു. കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാവർക്കും വളരെയേറെ ദുഃഖങ്ങളുണ്ട്. സെരിയ സംഘത്തിലെ കുടുംബത്തിലെ മിക്കവാറും എല്ലാവരും തന്നെ സെരിയ സംഘത്തിലെ പ്രവർത്തകരാണ്. അതൊക്കെയും ദൈവത്തിന് വേണ്ടി സ്തോത്രം. കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠര്, ആദ്യമായി അനുശോചനം അറിയിക്കുകയാണ്. ഓരോ മരണവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമാണ്.
ലഭ്യമാകുന്ന സമയത്ത് പരമാവധി മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം ഒരു നല്ല മനുഷ്യനാകുന്നതിനുള്ള ശ്രമം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എൻ്റെ വാക്കുകളിൽ അതിൻ്റെ ബന്ധുമിത്രാദികളോടും ഒപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളോടും മക്കളോടും ഇടപാടുകളോടും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവനാണെന്നോ ഈ നാടിൻ്റെ വീട്ടിലുള്ള മനുഷ്യരെ അറിയിച്ചു എൻ്റെ വാക്കുകൾ. നമസ്കാരം. താമസിയാതെ ഈ ജയിലിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോൾ താൻ ഇവിടെ നിന്ന് വിമോചിതനാകുമ്പോൾ എനിക്ക് ഫിലിപ്പിയിലെ ക്രിസ്ത്യാനികളെ ചെന്ന് കാണാമെന്നുള്ളതായ വലിയ പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് 1-ാം ലേഖനത്തിൽ പ്രകാരം പറയുന്നത്, വേഗം ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ കണ്ടുകൊള്ളാമെന്ന് ക്രിസ്തുവിൽ പ്രത്യാശിക്കും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരെ കാണാമെന്നുള്ള വലിയ പ്രത്യാശയോട് പറയുകയാണ്, എനിക്ക് ജീവിതത്തിൽ ക്ലേശങ്ങളുണ്ടായിരുന്നു, ഭാരങ്ങളുണ്ടായിരുന്നു, പ്രയാസങ്ങളുണ്ടായിരുന്നു. അമ്മാമയൊക്കെ സേവികാ സംഘത്തിലെ നിശബ്ദമായ പ്രവർത്തകരെ ഇപ്പം സേവികാ സംഘത്തിൻ്റെ അനുശോചനം അറിയിച്ചപ്പോൾ ഓർമ്മിപ്പിച്ചുവല്ലോ. പ്രാർത്ഥനയ്ക്ക് വരും, അതേപടി തിരികെ വരുന്നതായ പ്രവർത്തനത്തിൽ ആയിരിക്കുന്നു. അപ്പോൾ ജീവിതം കൊണ്ട് തന്നെ പലതും നമുക്ക് സാക്ഷിക്കുവാനായിട്ട് സാധിക്കും. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. അവിടെ 2 കാര്യങ്ങളാണ് വന്നത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാകുന്നു. അപ്പോൾ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ലേഖനത്തിന്റെ 3-ാം അധ്യായം ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാകാം, ഞാൻ കാണുന്നതിനെ പലതിനെയും ഞാൻ എങ്ങനെയാണ് കാണുന്നത്? ക്രിസ്തുവിൽ ഞാൻ പലതിനെയും ചപ്പന്നും ചവറൊന്നും കാണുന്നതായ പൗലോസ് അപ്പോസ്തലനെ കാണുന്നത്. ഈ ഓരോ മരണവും കാണുമ്പോൾ ഞാനും ഇതുപോലെ ആകേണ്ടവനാകുന്നവരോ ആകേണ്ടവളാകുന്നല്ലോ നമ്മളെ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ ലോക ജീവിതം നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഒന്നിനെയും നമുക്ക് ആ രീതിയിൽ ഞാനിന്ന് ജീവിക്കുന്നത് ഞാൻ ഈ വിധത്തിലാകേണ്ടവനല്ല എന്നുള്ള വിചാരത്തോടും ചിന്തയോടും കൂടെയാണ്. നമ്മൾ പലതിനെയും നമ്മൾ നേടിയെടുക്കുന്ന എന്താണ്? ഞാൻ ഈ ലോകത്തിൽ ാണ് ആ പൗരത്വത്തിന് അവകാശികളായിത്തീരുന്നത്. അപ്പോൾ കർത്തുമ്പോൾ എന്താണ്? ക്രിസ്തുസഭയെ മുടിപ്പാനായി ദമസ്കോസിന്റെ പടിവാതിൽക്കലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ചാണ് ഞാൻ ജീവിതം. അതായത് ക്രിസ്തുവില്ലാത്തതായ ഒരു ജീവിതം പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കാണുവാൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ അപ്പോസ്തലൻ സാക്ഷിക്കുകയാണ്, എനിക്ക് എന്നെയും നിങ്ങളെയും അവകാശിയാക്കി തീർക്കേണ്ടതായ അല്ലെങ്കിൽ തീരേണ്ടതായ ആ ഒരുക്കം പ്രാപിക്കേണ്ട ഇടമാണ് ഈ ലോകം. അപ്പോൾ പ്രയാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ ശാരീരികമായ പ്രയാസങ്ങളൊക്കെയും അവഗണിച്ചുകൊണ്ടാണ് താൻ ഏറ്റെടുത്തായ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് സാധിച്ചത്. ഒരു ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക്, അതായത് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലായിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ ഓർത്ത് നാം എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരു നിമിഷം നമുക്ക് നിങ്ങളടക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ ദൈവമേ, സ്തുതിപിതാവേ, പ്രിയദാസന്റെ ഈ ലോക ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യും. 50 വർഷക്കാലം കർത്താവെ എങ്ങനെ ജീവിച്ചു എന്ന് പറഞ്ഞു, എന്തിനു വേണ്ടി ജീവിച്ചു? താൻ ലക്ഷ്യം വെച്ചതായ കർത്താവിൻ്റെ അരികിലേക്ക്, താൻ ലക്ഷ്യത്തിൽ താൻ ഏറ്റതായ ശുശ്രൂഷയിൽ നിന്റെ മക്കളെ ലക്ഷ്യത്തിൽ എത്തിച്ചതിന് ശേഷം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടപ്പോൾ താൻ പ്രിയം വെച്ചതായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടുവല്ല. എന്നാൽ ശാരീരികമായ രോഗങ്ങളും പ്രയാസങ്ങളും തന്നെ അലട്ടിയിരുന്നു. അവയൊക്കെയും വകവയ്ക്കാതെ തൻ്റെ കുടുംബത്തിന് വേണ്ടി ഓടുവാൻ പ്രിയദാസനെ അവിടുന്ന് ഇടയാക്കി. പ്രിയമാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ മകളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം
നിന്റെ മകൾക്ക് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ ജീവിത മാതൃകകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ, നല്ലതിനെ ഉൾക്കൊള്ളുവാൻ പ്രിയപ്പെട്ട പൈതങ്ങളെ ഇടയാക്കണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നല്ലോ, അനേക സ്നേഹിതന്മാർ നിൻ്റെ മകനിൽ ഉണ്ടായിരുന്നല്ലോ. അവരോടൊത്ത് ഈ പ്രദേശത്ത് ജീവിപ്പാനായിട്ട് അവിടുന്ന് കൊടുത്തതായ എല്ലാ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെ എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷയിലും കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ നന്മകളാൽ ഞങ്ങൾ എല്ലാവരെയും നിറയ്ക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. നമ്മുടെ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. ആരംഭിക്കുന്നതിന് മുമ്പ് പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നതിനുമായ സ്വർഗ്ഗനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ും
കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്നും വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധി ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ ആയുസിന്റെ അനിത്യത്തെ കുറിച്ചുള്ള ബോധത്തോട് വരുവാനിരിക്കുന്ന നിത്യ ആയുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോട് ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിലും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ജാതികളെ, നിങ്ങൾ എല്ലാവരും ഇതിനെ കേൾപ്പീൻ. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. എന്തെന്നാൽ മനുഷ്യൻ ഒരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു. അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നുവെന്ന് അവൻ അറിയുന്നില്ല. കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? വീട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? നീ മനുഷ്യനെ എളിമയിലേക്ക് തിരിമാറാക്കി മനുഷ്യന്മാരെ തിരിയൊരുവിനും നൽകി ചെയ്തു. മനുഷ്യൻ പുകയ്ക്ക് സദൃശ്യമാകുന്നു, അവന്റെ ദിവസങ്ങൾ നിഴൽ പോലെയാകുന്നു. എന്നാൽ അവൻ നമ്മുടെ മനസ്സിനെ അറിയുന്നു, നാം മണ്ണാകുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു. എന്നാൽ കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നതുമില്ല. മരിച്ചവരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരുമായ ആരും കർത്താവിനെ സ്തുതിക്കയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. മക്കൾക്കു പുനരുദ്ധാനം വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവനാം മശിഹാനാഥാ. ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്ദിച്ചിടുന്നു, നിന്റെ പുനരുദ്ധാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഓരോ പ്രവൃത്തിക്കൊത്തതുപോൽ പകരം നൽകും മശിഹായേ. കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കാഴുകേണമേ. നിൻ മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ കരുണയുള്ളവർക്ക് ഞാൻ എന്റെ മനസ്സ് ഉയർത്തി, എന്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എല്ലാ നീതിമാന്മാരെയും സ്നേഹിക്കുന്ന കരുണയുടെ പിതാവായ ദൈവമേ, അവരുടെ പിന്നണിൽ കൂടി ഓടുവാനും അവർക്ക് സദൃശന്മാരായി ചെയ്യുവാനും ഞങ്ങളെ യോഗ്യതകളാക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും
മാഞ്ഞു പോകാത്ത മഹിമയുമല്ലേ ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ നിർമ്മിച്ച് ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കർമ്മങ്ങളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവവുമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞിരിക്കുന്ന ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവർത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിലെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയുമാകുന്നു എന്നിരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവനും ദൈവീകമായ ശുശ്രൂഷകൾ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായ ഈ ദാസൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ല എന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ല എന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഈ ദാസനെ സന്തോഷിപ്പിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ നിന്റെ ദാസന്റെ വേർപാട് ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വരുമായ ഈ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. ഇന്ന് നാം എവിടെയാകുന്നു എന്നും നാളെ നാം എവിടെയായിരിക്കുന്നുവെന്നും ഓർത്തുകൊള്ളുവിൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരനെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നു എന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവിൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുദ്ധാനത്തിങ്കൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവൻ ആകുന്നു. മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ. ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചു, ദേഹത്തെ ഉയർപ്പിച്ചു. പ്രവർത്തിക്കത്തപ്പോൾ നീതിയായി ഫലമേകും. മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ. പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമിൻ സുതരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാ മടിയാരെ ഉയർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ കർത്താവേ, നിന്നെ ഞങ്ങൾ നോക്കി വിളിക്കുന്നു.
ഞങ്ങളുടെ സഹായത്തിനായി വരണമേ. ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പുത്രാഴിവില്ലാത്ത രാജ്യത്തിങ്കൽ നീതിമാന്മാരുടെ ഇടയിൽ വിശുദ്ധന്മാരോടുകൂടെ നിന്റെ അടിയാരായ ഞങ്ങളെയും ആശ്വസിപ്പിക്കണമേ. പുനരുദ്ധാന ദിവസത്തിൽ മരിച്ചവരെ അവരുടെ കബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവരുടെ മഹത്വത്തിന്റെ വെള്ളനിരയെങ്കിൽ ധരിപ്പിക്കുന്നവനായുള്ളവേ നിനക്ക് സ്തുതി. മണ്ണിൽ നിന്ന് ആദാമിനെ മെനഞ്ഞുണ്ടാക്കിയ പിതാവിന് സ്തുതിയും കുരിശിലെ കഷ്ടാനുഭവങ്ങളാൽ അവനെ വീണ്ടെടുത്ത പുത്രന് വന്ദനവും അവസാനത്തിലെ നല്ലവനെ ഉയർപ്പിക്കുകയും പുനരുദ്ധാന നാളിൽ അവനെ അവന്റെ സന്താനങ്ങളെയും മഹത്വത്തെ ധരിപ്പിക്കുകയും ചെയ്യുന്ന റൂഹായിക്ക് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, ഞങ്ങളോട് നീ ഉത്തരവല്ല ചെയ്യണമേ. ദൈവമേ, ഞങ്ങളോട് നീ ഉത്തരവല്ല ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മനുഷ്യരുടെ ഹൃദയങ്ങൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ നിന്നും സാക്ഷികളെന്നുവരും മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ദൈവത്തിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, ദുഃഖം തളംകെട്ടി നിൽക്കുന്ന ഈ പ്രിയ ഭവനത്തോട് ചേർന്ന് നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ദുഃഖാതരായിരിക്കുന്ന ഈ ഭവനക്കാർക്ക്, പ്രത്യേകിച്ച് പ്രിയ ദാസിക്ക്, കുഞ്ഞുങ്ങൾക്ക്, സഹോദര കുടുംബങ്ങൾക്ക്, ബന്ധുമിത്രാദികൾക്ക് ദൈവമായ കർത്താവ് എല്ലാവിധ ആശ്വാസവും നൽകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാം. എന്നാൽ ക്രിസ്തീയ സഭ നമ്മെ പഠിപ്പിക്കുന്നത് മരണം ഒരു അവസാനമല്ല. മരണത്തിന് ശേഷം കർത്താവിനോട് ചേർന്നുള്ള വലിയൊരു ജീവിത അനുഭവമുണ്ടെന്ന് വേദപുസ്തകത്തിൽ ഉടനീളം പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ മരണത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യാശയെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസാണ്. നമുക്ക് കൊടുക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, രണ്ട് കാര്യങ്ങളിൽ എപ്പോഴും ഒരുക്കമുള്ളവരായി തീരുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കപ്പെടുന്നത്. ഒന്നാമതായിട്ട്, അടുത്ത നിമിഷം എൻ്റെ മരണം ഉണ്ടാകുമെന്നുള്ള വലിയ ചിന്ത നമ്മെ ഭരിക്കണം. ആ മരണസമയത്ത് നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഇന്ന് പ്രിയ ജോൺസൺ ചാൻ അവിടെ കിടന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. മരണസമയത്ത് ഓടി ഒളിക്കുവാനോ നാം സമ്പാദിച്ച ധനമൊന്നും അതിന് വില കൊടുക്കുവാനോ ഒന്നും സാധ്യമല്ലാത്ത ഒരു നിമിഷമാണ് മരണത്തിന്റെ സമയം. നാം വലിയ ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് ആ മരണം നേരിടുമ്പോൾ ആ മരണത്തെ എനിക്ക് അഭിമുഖീകരിക്കുവാൻ, ആ പ്രത്യാശയുടെ ആ വലിയ വെളിച്ചം എനിക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള വലിയ ചിന്ത നമ്മെ ഭരിക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്ന വലിയ ചിന്ത നമ്മെ